കേരളമടക്കമുള്ള 13 സംസ്ഥാനങ്ങളിലേക്ക് 89 ലോക്സഭാ മണ്ഡലങ്ങളുടെ ഇവയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ ഇറങ്ങുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ സംഭവമാണ് നാളെ ഉണ്ടാകുന്നത്. നാളെ മുതൽ അടുത്ത മാസം 4-ാം തീയതി വരെ നിങ്ങൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ഏപ്രിൽ 26-ന്, അതായത് അടുത്ത മാസം 26-ാം തീയതിയാണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള പാർലമെൻറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുക. ഡൽഹിയിൽ നിന്നും ആർ രാധാകൃഷ്ണൻ മറ്റു വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്. ഡൽഹിയൊക്കെ എങ്ങനെ രാധാകൃഷ്ണൻ? ഇവിടെ കനത്ത ചൂടിൽ ആളുകൾ ശ്വാസം മുട്ടുന്നു. പണമില്ലാതെ കോൺഗ്രസിനെ പോലുള്ള പ്രസ്ഥാനങ്ങൾ ശ്വാസം മുട്ടുന്നു. ഇതിനിടയിൽ ജീവിതം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണ ജനങ്ങൾ. അങ്ങനെ കേരളം വാർത്താ നിബിഡമായിക്കൊണ്ടിരിക്കുകയാണ്. പറയൂ. എസ് കെ എൻ, ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹിയിലെ കാലാവസ്ഥയിൽ ഉള്ള മാറ്റം, അത് ഈ തണുപ്പിൽ നിന്നും ചൂടിലേക്കുള്ള പോകുന്ന ആ സമയത്തിനിടയിൽ ഹോളി ആഘോഷം കഴിഞ്ഞു. അതിനുശേഷമുള്ള വസന്തകാലത്തിൻ്റെ ഒരു സമയമാണ് ഇപ്പോൾ നമ്മളെ ഡൽഹിയെ സംബന്ധിച്ച്. എസ് കെ എൻ, ഇത് കാണാം, ഈ ഡൽഹിയിലെ പല സ്ഥലങ്ങളിലും ഈ മനോഹരമായിട്ടുള്ള വിധത്തിൽ പൂക്കളൊക്കെ വഴിയോരങ്ങളിലൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാഴ്ച പല ഇടങ്ങളിലും. ഡൽഹിയിലെ എല്ലാ പാതകളുടെയും ഈ ഇരുവശങ്ങളിലുമുള്ള ഇടങ്ങളിലൊക്കെ ഈ പൂക്കളൊക്കെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു കാഴ്ച വളരെ മനോഹരമായിട്ട് ഡൽഹി മാറുന്ന ഒരു സമയത്തേക്കാണ് പോകുന്നത്. ഇനിയുള്ള ഏതാണ്ട് 1-2 മാസത്തോളം ഈ വിധത്തിൽ ഡൽഹി മുഴുവനും ഒരു മനോഹരിയായിട്ട് ഡൽഹി ഇങ്ങനെ നിൽക്കും. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി ആയതുകൊണ്ട് തന്നെ ഈ മനോഹാരിത വലിയ രീതിയിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നിരവധി ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇവിടേക്ക് എത്തുന്നുണ്ട്, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടും ഈ കാഴ്ചകളൊക്കെ കാണാനും വേണ്ടിയിട്ടും. അങ്ങനെ പോകുന്ന ഒരവസ്ഥ. അങ്ങനെ നിൽക്കുമ്പോഴാണ് നാളെ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരാൻ പോകുന്നത്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ആണ് നാളെ വിജ്ഞാപനം ചെയ്യാനായിട്ട് പോകുന്നത്. 89 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വിജ്ഞാപനം, അതിൽ കേരളത്തിലെ 20 ഉൾപ്പെടെ 89 മണ്ഡലങ്ങളിലെ വിജ്ഞാപനമാണ് പുറപ്പെടുവിക്കാനായിട്ട് പോകുന്നത്. ഏപ്രിൽ 26-നാണ് ഈ മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഏപ്രിൽ 19-ന് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിലെ വിജ്ഞാപനം 102 മണ്ഡലങ്ങളിലെ വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നമ്മുടെ കേരളമടക്കമുള്ള സംസ്ഥാനങ്ങളിലെ ഈ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ രാവിലെ വരുമ്പോൾ അപ്പോൾ മുതൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നമുക്കെല്ലാവർക്കും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്ന ആർക്കും നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള സമയം അപ്പോൾ തുടങ്ങുകയാണ്. ഏപ്രിൽ 4 വരെ പത്രിക സമർപ്പിക്കാനായിട്ടുള്ള സമയം ഉണ്ട്. 8-ാം തീയതി വരെ ആ സമർപ്പിച്ച പത്രികയിൽ പിൻവലിക്കണമെന്നുണ്ടെങ്കിൽ അത് പിൻവലിക്കാനായിട്ടുള്ള സാവകാശം ലഭിക്കും. 26-ാം തീയതിയാണ്. അതിന് 24-ാം തീയതി വരെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താം. 24-ാം തീയതി വൈകിട്ട് വരെ, 25-ാം തീയതി നിശബ്ദ പ്രചരണം, 26-ാം തീയതി വോട്ടെടുപ്പ്. അങ്ങനെയാണ് ഈ 2-ാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ. ഇന്ന് ഈ വിജ്ഞാപനം പുറപ്പെടുവിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വിലയിരുത്തൽ യോഗമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് നടത്തുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ വിലയിരുത്തൽ യോഗം ഇന്ന് രാവിലെ ചേരും. ഈ വിലയിരുത്തൽ യോഗത്തിൽ അടിസ്ഥാനമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടതായി തീരുമാനിക്കുന്നത് ഈ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ തയ്യാറായോ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഏതു വിധത്തിൽ എവിടെയൊക്കെ കുറവുണ്ട്, ആ കുറവുകളൊക്കെ നികത്താൻ ഉള്ള നിർദ്ദേശങ്ങൾ അതത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് യോഗം നടക്കാൻ പോകുന്നത്. അതിനുശേഷം ഏതാണ്ട് 3 മണിയോടുകൂടി ഒരു സംക്ഷിപ്തമായിട്ടുള്ള വിശകലനം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ നടക്കും. അതിന് തുടർച്ചയായിട്ടായിരിക്കും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം തയ്യാറാക്കുന്നത്. നാളെ രാവിലെ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. അങ്ങനെ നമ്മളെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു വലിയ ചൂടിലേക്ക് നാമനിർദ്ദേശ പത്രിക അടക്കം സമർപ്പിക്കുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. താങ്ക് യു. ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.